ഹായ് മക്കളെ, വെൽക്കം ടു എജുപോഡ് വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ അസിഡിമെട്രി കൃത്യമായിട്ട് മനസ്സിലാക്കി. ഞാൻ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു. സോ വളരെ ഹാപ്പിയാണ്. അതേപോലെ തന്നെ നമ്മൾ ആൽക്കലിമെട്രിയും കുറച്ചുകൂടി എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്കറിയാം ആൽക്കലിമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബേസ് ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ആസിഡ് കണ്ടുപിടിക്കുകയാണ് അല്ലേ. അൺനോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ആസിഡിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കൂടുതലാണ് പറയുന്നില്ല. നേരെ ഞാൻ എക്സ്പെരിമെന്റിലേക്ക് വരാണ്. ഇതാണ് നമ്മുടെ ഹെഡിങ് ഉണ്ടാവുക റെക്കോർഡിൽ. ദെൻ എസ്റ്റിമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് യൂസിങ് സ്റ്റാൻഡേർഡ് സോഡിയം കാർബണേറ്റ്. മക്കളെ നിങ്ങളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എയിം ഇങ്ങനെയാണ്: ടു ഡിറ്റർമൈൻ ദി മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ you are being provided with a standard solution of sodium carbonate containing 4.85 gram per liter. അപ്പോൾ സോഡിയം കാർബണേറ്റ് ഒരു ലിറ്ററിൽ 4.85 ഗ്രാം ഉണ്ട്. സോ കറസ്പോണ്ടിങ് നോർമാലിറ്റി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അസിഡിമെട്രിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേഷൻ പഠിച്ചതല്ലേ, അതേപോലെ തന്നെ കാൽക്കുലേഷൻ ആണ്. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. റെഡി? സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾ അല്ലേ. സോ പ്രിൻസിപ്പിൾ എന്താ? കെമിക്കൽ ഇക്വേഷൻ ആണ്. സോഡിയം കാർബണേറ്റും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം സൾഫേറ്റും കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ H2O പ്ലസ് CO2 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇയാൾ നമുക്ക് H2O പ്ലസ് CO2 എന്ന് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിയാക്ഷൻ കിട്ടി. ഇതാണ് പ്രിൻസിപ്പിൾ. റിയാക്ഷൻ പഠിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസും സാൾട്ടും ആസിഡും വന്നാലോ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ പഠിച്ചാൽ പോരെ. അപ്പോൾ സാറേ അത് നിങ്ങൾ പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരാമല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്പെഷ്യൽ സെഷനായിട്ട് പഠിപ്പിച്ചു തരാം. നോ പ്രോബ്ലംസ്. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? പ്രൊസീജിയർ പറയുന്നു. ബ്യൂററ്റിൽ എപ്പോഴും ആസിഡ് ആയിരിക്കും, സംശയമില്ല സൾഫ്യൂരിക് ആസിഡ്. പിപ്പറ്റ് വഴി നമ്മൾ എന്താ എടുക്കുക? സോഡിയം കാർബണേറ്റ് ആണ് എടുക്കുക. ഇവിടെ നമുക്ക് ഫിനോഫ്തൽ യൂസ് ചെയ്യാം ഓർ മീഥൈൽ ഓറഞ്ച്, ഡിപ്പെൻസ്. സോ മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്തു. സോ നമ്മൾ ബേസിലേക്കാണ് ആഡ് ചെയ്യുക. അപ്പോൾ ബേസിലെ കളർ എന്താ? ബേസിലെ കളർ ഗോൾഡൻ യെല്ലോ. ആസിഡിൽ ഫിനോഫ്തലിൻ എന്തായിരിക്കും? ഓറഞ്ച് റെഡ് ആയിരിക്കും. സോറി, ഫിനോഫ്തലിൻ അല്ല, മീഥൈൽ ഓറഞ്ച്. സോ ഇത് നമ്മൾ കോവിഡിന്റെ സമയത്താണ് ഇങ്ങനെ പഠിച്ചത്. സോ ഇത് എഴുതിയാൽ പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടില്ല, പക്ഷെ ഇത് എഴുതിയാൽ അടിപൊളി ആയിരിക്കും. സോ ഇത് എഴുതുക. ദെൻ ഡീറ്റെയിൽ പ്രൊസീജിയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ആ ഒരു സൾഫ്യൂരിക് ആസിഡിന്റെ ആസിഡ് സൊല്യൂഷൻ ബോട്ടിലാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ 100 ml മേക്കപ്പ് ചെയ്യും. അപ്പോൾ അസിഡിമെട്രി നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. അസിഡിമെട്രി ആസിഡ് ഡയറക്റ്റ് എന്ത് ചെയ്തു? ബ്യൂട്ടിൽ നിറച്ചു. ബേസ് ആണ് മേക്കപ്പ് ചെയ്ത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ അത് നമ്മൾ യൂണിഫോം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഷെയ്ക്ക് ചെയ്യുന്നു. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യാണ്? ബ്യൂററ്റ് റിൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്യൂററ്റിലേക്ക് ഫിൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത സൾഫ്യൂരിക് ആസിഡിന്റെ സൊല്യൂഷൻ നമ്മൾ ബ്യൂററ്റ് ഫിൽ ചെയ്തു. അതിനുശേഷം നമ്മളൊരു പിപ്പറ്റ് എടുക്കുന്നു. അതിനെ സോഡിയം കാർബണേറ്റ് റിൻസ് ചെയ്യുന്നു. നമുക്ക് ബീക്കർ തന്ന സോഡിയം കാർബണേറ്റ് അതിന് 20 ml എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 1-2 ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുക? മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുക. അപ്പൊ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ കളർ എന്താവും? ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും. കാരണം ബേസ് ആണല്ലോ, ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും. ദെൻ ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്യൂററ്റിലുള്ള ആ ഒരു ആസിഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് ആവുന്ന വരെ ടൈട്രേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ക്ലോസ് ചെയ്യുക. അതിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് എന്നോട് കാണിച്ചു തരുന്നുണ്ട് തൊട്ട് അടുത്ത നിമിഷത്തിൽ. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ബ്യൂററ്റ് റീഡിങ് നോട്ട് ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. നമ്മുടെ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുന്നു. ഗോൾഡൻ യെല്ലോ കളർ പോകുന്ന വരെ വീണ്ടും ആസിഡ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അതിന്റെ മുന്നേ ബ്യൂററ്റ് ഒന്നും 0 ഫിൽ ചെയ്താൽ അടിപൊളിയായിരിക്കും. അത് ചെയ്തു. ഇത് നമ്മൾ കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ, അപ്പൊ 2 വാല്യൂസ് സെയിം ആവുന്നവരെ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കൺകോർഡന്റ് വാല്യൂ കിട്ടി. ഫ്രം ദ വോളിയം ഓഫ് ദി ആസിഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ആ ഒരു ആസിഡിന്റെ വോളിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സൾഫ്യൂരിക് ആസിഡിന്റെ ആ ഒരു മാസ്, അതിന്റെ ആ ഒരു നോർമാലിറ്റി കണ്ടുപിടിച്ചു. ദെൻ അതിന്റെ ആ ഒരു മാസ് സ്പ്ലിറ്റ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം മക്കൾ എന്ത് ചെയ്യുക? എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടാബുലേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ആൽക്കലിമെട്രി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ആൽക്കലിമെട്രി അസിഡിമെട്രി നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് എക്സ്പെരിമെന്റൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും 1-2 ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് അസിഡിമെട്രിയിൽ ആ ഒരു അൺനോൺ ആയിട്ടുള്ള ബേസ് ആയിരുന്നു ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ബോട്ടിൽ നമുക്ക് തന്നിട്ടുള്ളായിരുന്നത്. ഓക്കെ, സോ ഇവിടെ ആൽക്കലിമെട്രിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ്. സോ നമുക്ക് ഈ ഒരു നമ്മുടെ സൊല്യൂഷൻ ബോട്ടിൽ തന്നിട്ടുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഇവിടെ എവിടേക്ക് ആഡ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ആൽക്കലിമെട്രിയിൽ നമുക്ക് ആ സൊല്യൂഷൻ ബോട്ടിൽ തരുന്ന സൊല്യൂഷൻ ആസിഡ് ആയിരിക്കും. ആ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്യൂററ്റിലേക്ക് ചെയ്യുക.
ഓക്കെ, കഴിഞ്ഞ അസിഡിമെട്രി നമ്മൾ എന്താ ചെയ്തത്, ഇതിലുള്ള സൊല്യൂഷൻ ബേസ് ആയിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു, അത് നമ്മൾ പിപ്പറ്റ് പോയാണ് എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. സോ ഇത് മാത്രമല്ല വെച്ചാൽ മതി, അസിഡിമെട്രിയിൽ ഇതിൽ തരുന്ന ആൾ ബേസ് ആയിരിക്കും, ആൽക്കലിമെട്രിയിൽ ഇതിൽ തരുന്ന സൊല്യൂഷൻ ബോട്ടിൽ തരുന്ന ആൾ എന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. സോ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ, ആസിഡിനെ മേക്കപ്പ് ചെയ്യാം. സോ ഞാൻ ഈ അടപ്പൊക്കെ മാറ്റിയിട്ട് ഒരു ഫണൽ എടുക്കുന്നുണ്ട്, ഫണലും പേപ്പർ സ്ട്രിപ്പും ഒക്കെ ഞാൻ ഇതിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഫണലും പേപ്പർ സ്ട്രിപ്പ് ഒക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളെ ആ ഒരു വാഷ് ബോട്ടിൽ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഗ്ലാസ് റോഡ് നമ്മൾ എടുക്കുന്നു. ഗ്ലാസ് റോഡിലൂടെ ഇവിടെയുള്ള ഈ സൊല്യൂഷൻ നമ്മളിവിടെ ഒരു മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ മാർക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് റോഡിന്റെ മുകളിൽ ടച്ച് ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷൻ ബോട്ടിലുള്ള ഒരു സൊല്യൂഷൻ പൂർണ്ണമായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇത് നമ്മുടെ ആസിഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ മാക്സിമം ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു 2-3 തവണ എന്ത് ചെയ്യണം, വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് റിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആഡ് ചെയ്യണം. സോ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഒന്ന് ഇങ്ങനെ ചുഴറ്റിയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതിലോട്ട് ആഡ് ചെയ്യാണ്. സോ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ മാർക്കിന്റെ മുകളിലോട്ട് വരരുത്, മാർക്കിന്റെ താഴെ ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, മാർക്കിന്റെ മുകളിൽ വന്നു നമ്മൾ ആ ഒരു മേക്കപ്പ് തെറ്റും. ഈ പ്രോസസ്സിന്റെ പേരാണ് മേക്കിംഗ് അപ്പ് എന്ന് പറയാൻ. ഓക്കെ, സോ നമ്മൾ വീണ്ടും ഒരു വട്ടം ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ വട്ടം നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിലോട്ട് നമ്മൾ വീണ്ടും ആ ഒരു സൊല്യൂഷന് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ലാസ്റ്റ് ആഡ് നമ്മൾ ഒന്നുകൂടെ ചെയ്യാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. സോ ഞാൻ ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്ലാസ് റോഡ് വാഷ് ചെയ്തു. അതേപോലെ തന്നെ ഈ പേപ്പർ സ്ട്രിപ്പ് ഞാൻ ഊരി മാറ്റിയിട്ട് ഈ ഒരു ഫണലിന്റെ ഇൻസൈഡ് വാഷ് ചെയ്തു, ഫണലിന്റെ ടിപ്പും വാഷ് ചെയ്തു. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നോക്കി എത്ര നമ്മുടെ ഇവിടെയാണ് ലൈൻ ഉള്ളത്, നിങ്ങൾ കാണുന്നുണ്ടാവുക, ഇവിടെയാണ് നമ്മുടെ ലൈൻ ഉള്ളത്. അപ്പൊ ഈ ലൈനിന്റെ ഒരുപാട് താഴെയാണുള്ളത് അല്ലേ. സോ നമ്മൾ ആ ലൈന് വരെ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ml ആയിട്ട് മാറുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ആ ഒരു വാഷ് ബോട്ടിൽ എടുത്തിട്ട് ഇതിലോട്ട് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, സോ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ലൈനിന്റെ മുകളിൽ കയറരുത്. ഇനി അഥവാ ഇവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ ബേസിലോട്ട് കളയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഡ്രോപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഡ്രോപ്പ് നമ്മുടെ ബേസിലോട്ട് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാം. സോ നമ്മൾ കുറച്ച് ബേസിലോട്ട് കളയുക, ദെൻ അതിന്റെ തുമ്പിലുള്ള ഒരു ഡ്രോപ്പ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു എന്താ പറയുക കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മെല്ലെ മെല്ലെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ആ ഒരു മാർക്കിൽ വരെ എത്തിക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ കൃത്യമായിട്ട് ആ ഒരു മാർക്കിലൂടെ എത്തിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ആ ഒരു സൊല്യൂഷന്റെ ലോവർ മിനിസ്കസും നമ്മുടെ ആ ഒരു ലൈനും കൃത്യമായിട്ട് ആ ഒരു മാർക്കിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷന്റെ ലോവർ മിനിസ്കസും ലൈനും കൃത്യമായിട്ട് അവിടെ ആ ഒരു നേരെ ഒരു കോയിൻസൈഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആ ടാപ്പ് വെച്ചിട്ട് ഇത് അടയ്ക്കാണ്. ദെൻ നമ്മൾ ഇതിനെങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഒരു 4 വട്ടം എന്ത് ചെയ്യുക, ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. എല്ലാ ഭാഗത്തെയും കോൺസെൻട്രേഷൻ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലേ ആ ഒരു യൂണിഫോം കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഒരു 4-5 വട്ടം ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അടപ്പ് എടുക്കുക. അല്ലെങ്കിൽ അവിടെ ആ ഒരു എയർ പാസേജ് വന്ന് അത് ലോക്കായി പോകും, പിന്നെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു അൺനോൺ ആയിട്ടുള്ള ആ ഒരു ആസിഡ്, ഏതായിരുന്നു ആസിഡ്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കൃത്യമായിട്ട് ഇത് മേക്കപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ബ്യൂററ്റ് എടുക്കുന്നു. ഇത് ആൽക്കലിമെട്രി ആണ്. നമ്മൾ ഈ സൊല്യൂഷൻ ബ്യൂററ്റിലേക്കാണ് ആഡ് ചെയ്യുക. ഇതാണ് ആസിഡ് സൊല്യൂഷൻ. ആസിഡ് എപ്പോഴും ബ്യൂററ്റിലായിട്ട് ഇട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ച ഈ ബ്യൂററ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് റിൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, എന്നിട്ട് നല്ല രൂപത്തിൽ റിൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ഇവിടെ റിൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിൻസ് ചെയ്തു നമുക്ക് ഈ സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇത് കളയാം. ഓക്കെ, സോ നമ്മുടെ റിൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു 0 മാർക്കിന്റെ മുകളിൽ വരെ ഈ ഒരു ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് അതിവിടെ ഫണൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫണലൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ആഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ ഫണൽ വെച്ചിട്ട് ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യുക. ഫണൽ ഒന്ന് പൊക്കി പിടിക്കുക, എന്നിട്ട് ഇതിലോട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ആഡ് ചെയ്യുക. 0 മാർക്കിന്റെ മുകളിൽ വരെ ആഡ് ചെയ്താൽ മതി. സോ നിങ്ങൾ മുഴുവനായിട്ട് ഒഴിക്കരുത്. ഇതിലുള്ളത് 100 ml, ഇതൊരു 60 ml ആണ്. അപ്പോൾ അത് താഴോട്ട് പൂർണ്ണമായിട്ടും ഒഴുകി പോകും, തൂവി പോകും കേട്ടോ.
ഓക്കെ, ഞാനത് 0 മാർക്കിന്റെ മുകളിൽ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സൊല്യൂഷനെ 0 മാർക്കിലേക്ക് കൊണ്ടുവരണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 0 മാർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ആ 0 മാർക്കിന്റെ നേരെ നമ്മുടെ കണ്ണ് കാര്യങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ലോവർ മെനിസ്കസും 0 മാർക്കും ഒരേ ലൈനിൽ വരണം. യെസ്, സോ നമ്മളിവിടെ 0 മാർക്കും ആ ഒരു ലോവർ മെനിസ്കസും ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ബ്യൂററ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ബ്യൂററ്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ആ ഒരു ബ്യൂററ്റ് സ്റ്റാൻഡിൽ വെക്കുകയാണ്. ബ്യൂററ്റ് സ്റ്റാൻഡിൽ വെച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു, ആസിഡൊക്കെ സെറ്റ് ആക്കി. ആസിഡിന്റെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ബീക്കറിലാണ് നമുക്ക് ബേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പിപ്പറ്റ് എടുക്കുക. കഴിഞ്ഞ തവണ നമ്മൾ അസിഡിമെട്രിയിൽ പിപ്പറ്റും ഇതേപോലെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആയിരുന്നു കോമ്പിനേഷൻ. ഇത്തവണ മാറിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഞാൻ ആ ഒരു ഇതിന്റെ എക്സ്പീരിയൻസ് സെഷന്റെ ഫസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇനി ഈ ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ബേസിക് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് പിപ്പറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിൻസ് ചെയ്യണം. സോ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് സൊല്യൂഷൻ എടുക്കുകയാണ്. നമ്മുടെ സോഡിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ആണ്. സോ ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്തു, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൊല്യൂഷൻ ഒഴിവാക്കാം. സോ നമ്മൾ ആ ഒരു ബ്യൂററ്റ് പിപ്പറ്റ് റിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു 20 ml ഒരു മാർക്ക് ഉണ്ട്. ആ 20 ml മാർക്കിന്റെ തൊട്ട് മുകളിൽ വരെ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫിംഗർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അത് 20 ml അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെയും ലോവർ മെനിസ്കസ് ഈ മാർക്കിന് നേരെ വരണം. ഓക്കെ, സോ ഞാനിവിടെ ആ ഒരു പിപ്പറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ മാർക്കിന്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 20 ml മാർക്കിന്റെ ആ ഒരു നേരെ കൊണ്ടുവരണം. സോ നമുക്ക് ചെയ്യാം. സോ നമ്മൾ മെല്ലെ കൈ ഈ ഫിംഗർ മെല്ലെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഈ സൊല്യൂഷൻ ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. ദെൻ ആ ഒരു മാർക്കിന്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. സോ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ലോവർ മെനിസ്കസും ആ മാർക്കും ഒരേ ലൈനിൽ വരുന്നുണ്ട്. സോ നമ്മുടെ പിപ്പറ്റിൽ 20 ml വോളിയം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഈ സൊല്യൂഷൻ നേരെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യാം. 20 ml സൊല്യൂഷൻ ആണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഈ താഴെയുള്ള സൊല്യൂഷൻ നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാക്സിമം സൊല്യൂഷൻ ഇതിലോട്ട് ആഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ നമ്മൾ മാക്സിമം സൊല്യൂഷൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനി ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് ആണ്. നമുക്കറിയാം മീഥൈൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് സൊല്യൂഷനിൽ ഗോൾഡൻ യെല്ലോ ആയിരിക്കും. അത് ആ ഒരു അസിഡിക് സൊല്യൂഷൻ വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഓറഞ്ച് റെഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് ആയിട്ട് മാറുന്നതാണ് നമ്മളെ എൻഡ് പോയിന്റ്. സോ നമുക്ക് എന്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടെ ഈ ഒരു പിപ്പറ്റ് ചെയ്ത 20 ml സൊല്യൂഷനോട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു 2 ഡ്രോപ്പ് നമ്മുടെ ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യാണ്. സോ 2 ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തു. നല്ല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഷെയ്ക്ക് ചെയ്യണം. സോ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തു. സോ എനിക്ക് കിട്ടിയ സൊല്യൂഷന്റെ കളർ എന്താ, ഗോൾഡൻ യെല്ലോ കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഇനി ഈ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്യൂററ്റിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു അസിഡിക് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. സോ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കളർ മാറിയിട്ട് അവിടെ എന്ത് കളറാണ് വരേണ്ടത്, ഓറഞ്ച് റെഡ് കളർ വരേണ്ടതാണ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്യൂററ്റിന്റെ ആ ഒരു ടാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതേപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ മാക്സിമം ഷെയ്ക്ക് ചെയ്യുക, നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യണം. സോ നമുക്ക് എന്ത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഐ കോൺടാക്ട് അവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ആ ഒരു കോണിക്കൽ ഫ്ലാസ്കിന്റെ ആ ഒരു കളറിലോട്ടാണ് നമ്മൾ ആ ഒരു ഐ കോൺടാക്ട് ഉണ്ടാവേണ്ടത്. ഗോൾഡൻ യെല്ലോ കളർ എപ്പോഴാണോ ഓറഞ്ച് റെഡ് ആവുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ബ്യൂററ്റിന്റെ ആ ടാപ്പ് നമ്മൾ അടയ്ക്കണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തിട്ട് ആ റിയാക്ഷൻ ഇവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ ചേഞ്ച് ആണ് നോക്കേണ്ടത്. സോ വളരെ സ്ലോ ആയിട്ട് ഓരോ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. സോ അങ്ങനെ തന്നെ ചെയ്യുക നിങ്ങൾ. സോ നമ്മളെ കളറിന്റെ ഇന്റൻസിറ്റി ഒക്കെ കുറയുന്നുണ്ട്, കളർ ഒരു ചെറിയ രൂപത്തിൽ ചേഞ്ച് ആയി വരുന്നുണ്ട്. സോ എപ്പോഴാണോ അത് ഓറഞ്ച് റെഡ് ആവുന്നത് അപ്പം നമ്മൾ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ക്ലിയർ? സോ നമ്മളെ സൊല്യൂഷൻ്റെ അതിലൊരു ചെറിയൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട്, ഓറഞ്ച് റെഡ് കളർ വരുന്നുണ്ട്. സോ നമുക്ക് മെല്ലെ ഓരോ ഡ്രോപ്പായിട്ട് റിയാക്ഷൻ ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യാം. സോ നിങ്ങൾ കാണുന്നുണ്ടാവും കളർ ചേഞ്ച് ചെറിയ രൂപത്തിൽ വരുന്നുണ്ട്.
സോ നമ്മൾ ആ ഒരു സിംഗിൾ ഡ്രോപ്പിൽ കളർ മാറിയിട്ടുണ്ട്. സോ ഇതായിരിക്കും നമ്മുടെ എൻഡ് പോയിന്റ്. സോ ഇനി നമുക്ക് ആ വോളിയം എങ്ങനെ എടുക്കുന്നതെന്നാണ് നോക്കേണ്ടത്. സോ ഇതാണ് നമ്മൾ ആ ഒരു കളർ ചേഞ്ച്. സോ നിങ്ങൾ നേരത്തെ കളറും ഇപ്പോഴത്തെ കളറും ഒന്ന് അനലൈസ് ചെയ്യുക. നേരത്തെ ഓറഞ്ച് ഗോൾഡൻ യെല്ലോ ആയിരുന്നു, ഇപ്പം എന്താണ് ഓറഞ്ച് റെഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ആസിഡിന്റെ വോളിയം നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ആ ഒരു എ ലെവലിന്റെ നേരെ ഈ ഒരു സൊല്യൂഷന്റെ ആ ഒരു ലോവർ മിനിസ്കസ് കൊണ്ടുവരിക. സോ അത് നമ്മൾ ഈ ഒരു ബ്യൂററ്റിന്റെ 20 എന്ന് പറയുന്ന മാർക്കിന് നേരെയാണ്. സോ ഈ ഒരു നമ്മുടെ ആസിഡിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 20 ml ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിന്റെ വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എത്ര എടുക്കുന്നത് 20 ml എടുക്കാണ്. സോ നമ്മളിവിടെ നേരത്തെ എടുത്ത ആ ഒരു ബേസിന്റെ വോളിയം എത്ര തന്നെ ആയിരുന്നു, 20 ml ആയിരുന്നു. ആ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ആ ഒരു കൃത്യമായിട്ട് ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ആ ഒരു വോളിയം കണ്ടെത്തി. നമ്മൾ എന്ത് ചെയ്യണം, ഇനി സൊല്യൂഷൻ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ഈ ഒരു കോണിക്കൽ ഫ്ലാസ്ക് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബീക്കറിൽ നിന്നും വീണ്ടും നമ്മൾ 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്യുക. എവിടേക്ക്, ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. ദെൻ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ദെൻ അതിന് മുന്നേ ഈ ഒരു ബ്യൂററ്റ് നമ്മൾ 0 മാർക്ക് വരെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. വീണ്ടും ഈ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ആ ഒരു ഗോൾഡൻ യെല്ലോ ഓറഞ്ച് റെഡ് ആയി വരുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ 20 ആണ്. അടുത്ത ഒരു എക്സ്പെരിമെന്റ് കിട്ടുന്ന വാല്യൂ 20 ആണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അടുത്തടുത്ത രണ്ട് ആ ഒരു എക്സ്പെരിമെന്റ്സിന്റെ വാല്യൂ 20 ആവണം എന്നാണ്. ദാറ്റ് ഇസ് ദി കൺകോർഡന്റ് വാല്യൂ. കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ ചെയ്യണം എന്നൊക്കെ ആണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടോ, നമ്മൾ ആ ഒരു കറക്റ്റ് ഒരൊറ്റ ഡ്രോപ്പ് വീഴുന്ന സമയത്താണ് കളർ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആ ഒരു വാല്യൂ തന്നെ കൺകോർഡന്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വട്ടം എക്സ്പെരിമെന്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ വാല്യൂ എടുക്കുന്നതുകൊണ്ട് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ വീണ്ടും ചെയ്യുന്ന എന്തായിരിക്കും, നല്ലതായിരിക്കും എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലാബിൽ ചെയ്യാം. സോ ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, പക്ഷെ നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം 3 മണിക്കൂറും നമുക്ക് ഒരു സൾട്ട് അനാലിസിസ് വേറെ തന്നെ ഉണ്ട്. സോ അതൊക്കെ കണ്ടുപിടിച്ച് എഴുതി വരുന്ന സമയത്ത് നമുക്ക് സമയം തികയാതെ വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്. സോ വീണ്ടും എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് വാല്യൂ നമുക്ക് എടുക്കാം. സോ ഇപ്പൊ കിട്ടിയ വാല്യൂ എത്രയാണ്, വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് എത്രയാണ്, 20 ml ആണ്. നമ്മൾ പിപ്പറ്റിൽ എടുത്ത ആ ഒരു സോഡിയം കാർബണേറ്റിന്റെ വോളിയം എത്രയാണ്, 20 ml ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാൽക്കുലേഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് തന്ന സൊല്യൂഷൻ, ബോട്ടിൽ തന്ന സാധനം എന്തായിരുന്നു, അൺനോൺ ആയിട്ടുള്ള ആസിഡ് ആണ്. അതുകൊണ്ട് ഇത് ആൽക്കലിമെട്രി ആണ്. ഇവിടെ തരുന്ന സൊല്യൂഷൻ ബേസ് ആണെങ്കിൽ അതെന്തായിരിക്കും, അസിഡിമെട്രി ആണ്. അസിഡിമെട്രിയിൽ ബേസ് നമ്മൾ പിപ്പറ്റ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചാൽ ഈ ആസിഡ് നമ്മൾ ബ്യൂററ്റിലേക്കാണ് ഫിൽ ചെയ്യുക. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആൽക്കലിമെട്രി ആൻഡ് അസിഡിമെട്രി. സോ നമ്മൾ ആൽക്കലിമെട്രിയും അസിഡിമെട്രിയും ഈ വീഡിയോയും അതേപോലെ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങൾ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാൽക്കുലേഷൻ പാർട്ടിൽ കൃത്യമായിട്ട് വരാം. സോ നിങ്ങൾ ഞാൻ കാൽക്കുലേഷൻ പാർട്ടിലിട്ട് കൊണ്ടുവരാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നിങ്ങൾ എവിടെയാ ആ ഒരു കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് കണ്ടു കഴിഞ്ഞല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി തന്നിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇവിടെ കാണുന്ന ടേബിൾ കാണുന്നത് നമ്മൾ നേരത്തെ അസിഡിമെട്രി കണ്ട അതേപോലെ ടേബിൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആള് ബേസ് ആണ്, അൺനോൺ ആയിട്ടുള്ള ആള് ആസിഡ് ആണ്. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു മിഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഒന്ന് ഫിനോഫ്തൈൽ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റി മിഥൈൽ ഓറഞ്ചും ആക്കിയിരുന്നു. സോ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തു. ഇതിന് ഇവിടെ ശ്രദ്ധിച്ചോ, വീണ്ടും ഇവിടെ ബേസിന്റെ വോളിയം, ഇത് നമ്മുടെ ബ്യൂററ്റ് റീഡിങ്, ഇത് നമ്മുടെ ആസിഡിന്റെ വോളിയം, നോ ചേഞ്ച്, സെറ്റ് ആണ് കേട്ടോ. ഓക്കെയാണ്. ആദ്യം നമ്മൾ 20 ml സൊല്യൂഷൻ ആണ് ഫസ്റ്റ് എടുത്ത്. 20 ml സൊല്യൂഷൻ എടുത്തു. ഇനീഷ്യലി 0 ആയിരുന്നു. നമുക്ക് കിട്ടിയ വോളിയം എത്ര തന്നെയാണ്, 20 തന്നെയാണ് കിട്ടിയത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മില്ലിലിറ്റർ ആണേ. ഓക്കെ, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്ത് 20 ml തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ 0 ആണ്. അത് വീണ്ടും എത്ര കിട്ടിയത്, 20 കിട്ടും. അപ്പൊ കൺകോർഡന്റ് വാല്യൂ കിട്ടി. സോ കൺകോർഡന്റ് വാല്യൂ കിട്ടി, നമ്മൾ 20 ml എന്ന് കൊടുത്തു. ഓക്കെ, സോ കൊടുക്കാണ് വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഈക്വൽ ടു 20 ml. എത്രടാ, 20 ml. 200 അല്ല, 20 ml. ഇനി കാൽക്കുലേഷൻ ആണ്. ഒരു സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് കാൽക്കുലേഷനിലേക്ക് വരുന്നു. കാൽക്കുലേഷൻ മാസ് പെർ ലിറ്റർ ഓഫ് Na2CO3. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 4.85 gram per liter. 4.85 gram per liter. 4.85 gram per liter. ഇനി നമുക്ക് ഫോണും കാര്യങ്ങളും കാൽക്കുലേറ്റർ ഒക്കെ വേണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ, സയന്റിഫിക്. സോ നമുക്കറിയാം ഇക്വലന്റ് മാസ് ഓഫ് സോഡിയം കാർബണേറ്റ്. നമ്മൾ കഴിഞ്ഞ ആ ഒരു ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് ഇല്ലേ, അതിന്റെ ടേബിൾ പഠിച്ചിട്ടുണ്ട്. 53 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സോഡിയം കാർബണേറ്റ്. ഓരോന്നും പഠിച്ചു നോക്കണേ. ഇനി നമ്മൾ എന്താണ് നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് Na2CO3 എന്ന് പറഞ്ഞാൽ എന്താ, മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് അല്ലേ. എത്ര മാസ് പെർ ലിറ്റർ, 4.85 ഡിവൈഡഡ് ബൈ 53. അറൌണ്ട് 0.9 സംതിങ് ആയിരിക്കും. നോക്കാം നമുക്ക്. 4.85 ഡിവൈഡഡ് ബൈ 53 എന്ന് പറഞ്ഞാൽ 0.0915 നോർമൽ. കണ്ടോ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമുക്ക് അത് കിട്ടി.
ഇനി എന്താ വേണ്ടത്? നമുക്ക് ഈ തൊട്ടടുത്തുള്ള നമ്മൾ ആ വോളിയം നേരത്തെ കണ്ടുപിടിച്ചാണ്. അതായത് 20 ml ആണ് ആസിഡിന്റെ വോളിയം, 20 ml ആണ് ബേസിന്റെ വോളിയം. സോ അത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളൂ. സൾഫ്യൂരിക് ആസിഡിന്റെ വോളിയം എത്രയാണ് മക്കളെ? 20 ml ആണ്. അതേപോലെ നമ്മുടെ ബേസിന്റെ വോളിയം എത്രയാടാ? 20 ml ആണ്. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഇക്വേഷൻ എന്താടാ? നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാ ഇവിടെ ഉണ്ട്, സെറ്റാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താടാ? നോർമാലിറ്റി ഓഫ് ആസിഡ്. സോ നമുക്ക് നോർമാലിറ്റി ഓഫ് ആസിഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇയാൾ അവിടെ നിർത്താം, ബാക്കിയുള്ളവരും കൂടി കൊണ്ടുവരാം അല്ലെ? വാല്യൂസ് കൊടുത്തോ. നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് 0.0915 ഇൻറ്റു 20 ഓൾ ഡിവൈഡഡ് ബൈ 20. കാൽക്കുലേറ്റർ ഒന്നും വേണ്ടല്ലോ, രണ്ടും കട്ട് ചെയ്ത് പോകൂലേ? രണ്ടും കട്ട് ചെയ്ത് പോയി എന്താ കിട്ടുക? 0.0915 നോർമൽ. കണ്ടോ? ആദ്യം നമ്മൾ മാസ് പെർ ലിറ്റർ, അതിനുശേഷം നമ്മൾ ആ ഒരു ഇക്വലൻ മാസ്, നോർമാലിറ്റി മാസ് പെർ ലിറ്റർ ബൈ ഇക്വലൻ മാസ്, വോളിയം നമ്മൾ എഴുതി, ഇക്വേഷൻ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ആസിഡിന്റെ നോർമാലിറ്റി കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോണത്? ആസിഡിന്റെ നോർമാലിറ്റി കിട്ടിയാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലൻ മാസ്. അങ്ങനെയാണെങ്കിൽ മാസ് പെർ ലിറ്റർ എന്താടാ? മാസ് പെർ ലിറ്റർ ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ മാസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വലൻ മാസ് ആണ് 49. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇക്വേഷൻ എന്താ? 0.0915 ഇൻറ്റു 49. എത്രയുടെ കിട്ടുക മക്കളെ? നോക്കാം നമുക്ക്. 0.0915 ഇൻറ്റു 49 എന്ന് പറഞ്ഞാൽ 4. ഇതിന്റെ വാല്യൂ 4.4835 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിട്ടിയ ആ ഒരു ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ 100ലേക്ക് മേക്കപ്പ് ചെയ്ത്, അത് ലിറ്ററിലാണ്. സോ ഡിവൈഡ് ബൈ 1000. അപ്പൊ എന്താ കിട്ടുക? That is mass of sulfuric acid in the whole of the given solution, mass per liter into 100 by 1000. നമ്മൾ 250ലേക്കാണ് മേക്കപ്പ് ചെയ്തെങ്കിലോ മാസ് per liter into 250 by 1000. 500ലേക്കാണ് മേക്കപ്പ് ചെയ്തെങ്കിലോ മാസ് per liter into 500 by 1000. നമുക്ക് അത് നോക്കാൻ വേണ്ടല്ലോ, 100 പോരെ? യെസ്. അപ്പം 4.4835 into 100 divided by 1000. നമ്മുടെ ആൻസർ എന്താ കിട്ടുക? 0.448 അല്ലേ? ഞാൻ അവിടെ 3 എന്താക്കി മാറ്റി? 4 ആക്കി മാറ്റി. അത്രയും ഗ്രാം. കാരണം നമുക്ക് പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് ഒക്കെ മതി, അത് ഇനഫ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടി. ഫൈനൽ ആൻസർ എന്താ? മാസ് ഓഫ് ദി sulfuric acid in the whole of the given solution is equal to 0.4484 gram. സെറ്റ് അല്ലേ? ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കേ. തന്നപ്പോൾ സമയത്ത് നമ്മൾ ആ ഒരു സൾഫ്യൂരിക് ആസിഡിനെ മേക്കപ്പ് ചെയ്തു 100 ml എന്നിട്ട് ബ്യൂട്ടിൽ ഫിൽ ചെയ്തു. 20 ml പിപ്പറ്റ് ചെയ്തു, മിഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തു, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ചെയ്തു, വോളിയം 20 കിട്ടി. നമ്മൾ കാൽക്കുലേഷൻ ഇത്രയും ചെയ്തു. നോർമാലിറ്റി, മാസ് പെർ ലിറ്റർ, ഇക്വലൻ മാസ്, ദെൻ വോളിയം, ദെൻ മാസ് നോർമാലിറ്റി ഓഫ് ദി ആസിഡ്. അതിനുശേഷം നമ്മൾ ഇക്വലൻ മാസ് ഓഫ് ദി ആസിഡ് കൊടുത്തിട്ട് മാസ് പെർ ലിറ്റർ കണ്ടുപിടിച്ചു. മാസ് പെർ ലിറ്റർ നമ്മൾ എന്താക്കി? മാസിലേക്ക് കൊണ്ടുവന്നു. സോ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഗിഫ്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാ ആ ഗിഫ്റ്റ് വാങ്ങിക്കോളാം. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. റെഡി? സോ ഞാൻ വീണ്ടും പറയുന്നു, ഇതാ ഇക്വലൻ മാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ആൽക്കലിമെട്രി എന്ന് പറയുമ്പം എസ്റ്റിമേഷൻ ഓഫ് ആസിഡ് ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ആൽക്കലിയാണേ. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് സോഡിയം കാർബണേറ്റ് സ്റ്റാൻഡേർഡ് ആണ്. അത് ഉപയോഗിച്ച് സൾഫ്യൂരിക് ആസിഡിന്റെ ആ ഒരു മാസ് കണ്ടുപിടിക്കുന്നതാണ് അല്ലേ? നമ്മളിത് കൃത്യമായിട്ട് ചെയ്തു. എക്സ്പെരിമെന്റും കാൽക്കുലേഷനും ഒക്കെ ഒരേപോലെ ആയിരിക്കും. ഓൺലി ദ ഡിഫറൻസ് ഈസ് ഇക്വലൻ മാസ് തരുന്ന ആൾക്ക് അനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങളോട് പറയാണ് NaOH ആണ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് HCl-താണ്. അപ്പൊ എന്ത് ചെയ്യണം? NaOH-ന്റെയും HCl-ന്റെയും ആ ഇക്വലൻ മാസ് കൊടുത്താൽ പോരെ. സോ അത്രയേ ഉള്ളൂ. അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും നമ്മൾ 2 എക്സ്പെരിമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു. ഈ 2 എണ്ണം കണ്ടാലും നിങ്ങൾ ഒരുപാട് ടൈട്രേഷൻ കാണുന്ന പോലെ തന്നെയാണ്. സോ ആ ലോജിക്ക് മനസ്സിലാക്കുക. അത് എത്രയാണ്? ഇക്വലൻ മാസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ മക്കളെ, ഇതുപോലെ നമ്മൾ പെർമാഗ്നോമെട്രിയുടെ ആ ഒരു എക്സ്പെരിമെന്റൽ സെഷനും ജസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. സോ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്ക്. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക. നിങ്ങളെ കമന്റ് അത് വളരെ അധികം ഊർജ്ജമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടോ, നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് അടിപൊളിയായിട്ട് ലാബ് എക്സാം മുന്നോട്ട് പോകാം. ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. കൂടെ തന്നെയുണ്ട് നമ്മളത് ആവശ്യമാണെന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നത്. അതുപോലെ നിങ്ങൾ ആവശ്യമാണെന്ന് വിചാരിച്ച് അത് സ്വീകരിക്കുക, അത് പഠിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ലാബ് എക്സാമിനെയും പബ്ലിക് എക്സാമിനൊക്കെ നമ്മൾ നേരിടും. സോ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.